വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണം. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കേരള ഹോം ഡിസൈൻസ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെയും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരും സഹായിച്ചിട്ടാണ് രേണുവിനും മക്കൾക്കും ഈ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീടിന് അവരിട്ടിരിക്കുന്ന പേര് സുധി നിലയം എന്നാണ്. ഈ ഒരു ഹൗസ് വാമിങ്ങിന്റെ വീഡിയോ പുറത്തിറങ്ങിയതിന് ശേഷം വളരെ വലിയ രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്കാണ് നമ്മുടെ രേണു ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം രേണുവിനെ കുറിച്ച്. രേണു തന്നെ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുകയോ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ കിച്ചുവിനെ കുറിച്ചാണെങ്കിലും കുഞ്ഞു മോനെ കുറിച്ചാണെങ്കിലും, അല്ലെങ്കിൽ ലക്ഷ്മി നക്ഷത്ര റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും അവരെ കുറിച്ചുള്ള ഈ ഒരു സുധിച്ചേട്ട ഫാമിലിനെ കുറിച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോസ് പുറത്തു വരുന്ന സമയത്ത് വളരെ രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്ക് അത് ആരാണെങ്കിലും ലക്ഷ്മി നക്ഷത്രക്കാണെങ്കിലും അല്ലെങ്കിൽ രേണുവിനാണെങ്കിലും എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ആദ്യമായിട്ടൊന്നും അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കാര്യം തന്നെയാണ്. എന്നാലും ഇത്തവണ രേണുവിനെയാണ് കൂടുതലായിട്ടും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതലായിട്ടും രേണുവിനാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കിച്ചുവിനെ കുറിച്ചും ലക്ഷ്മി നക്ഷത്രക്കും അതുപോലെ തന്നെ സുധിച്ചേട്ടൻ്റെ ഫാമിലിയെ കുറിച്ചും എല്ലാം കമന്റ്സുകൾ വരുന്നുണ്ട്. കൂടുതലായിട്ടും നെഗറ്റീവ് കമന്റ്സുകൾ വന്നിരിക്കുന്നത് നമ്മുടെ രേണുവിനെ കുറിച്ച് തന്നെയാണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. രേണു കണ്ണെഴുതി, പൊട്ടു തൊട്ടു, മുടി സ്ട്രൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള കമന്റുകളാണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തത്, രേണു കണ്ണെഴുതിയാലും പൊട്ടു കുത്തിയാലും മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്താലും നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. രേണു കണ്ണെഴുതുന്നതും പൊട്ടെഴുതുന്നതും നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? എനിക്ക് മനസ്സിലാവായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ലോകത്ത് ഭർത്താവ് നഷ്ടപ്പെട്ട ആദ്യത്തെ സ്ത്രീയാണോ രേണു? നിങ്ങൾ ഇതുവരെ ആരെയും കണ്ടിട്ടില്ലേ? ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീകളെല്ലാം കാലങ്ങളായി കുത്തിയിരുന്ന് കരയണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള ഏതെങ്കിലും സ്ത്രീകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ ചിരിക്കാൻ അനുവദിക്കില്ലേ? നിങ്ങൾ എപ്പോഴും അവരുടെ അടുത്ത് പോയിട്ട് കുത്തി കരയിപ്പിച്ചുകൊണ്ടിരിക്കുമോ? നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ പെങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്നും കരയിപ്പിച്ചുകൊണ്ടിരിക്കുവാണോ ചെയ്യുക? അവരൊരിക്കലും ചിരിക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കില്ലേ? അല്ല, എനിക്ക് മനസ്സിലാവായിട്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. സുധിച്ചേട്ടൻ മരിച്ചിട്ട് ഇപ്പൊ 1 year കഴിഞ്ഞു. ഈ ഒരു 1 yearലും അവര് ഇങ്ങനെ തന്നെയാണ്, കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പൊട്ടു തൊടാതെയും കരഞ്ഞൊക്കെ തന്നെയാണ് അവർ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇനിയും അങ്ങനെ തന്നെ ഇരിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അവരെങ്ങനെ കരഞ്ഞു കുത്തിയിരുന്ന് കഴിഞ്ഞാൽ അവരെ മക്കളെ ആരാണ് നോക്കാനുണ്ടാവുക? അവരെന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് വേണം അവർക്ക് അവരുടെ മക്കളെ വളർത്താനായിട്ട്. ഈ കമന്റ് ഇടുന്ന നിങ്ങൾ ആരെങ്കിലും അവരെ നോക്കാനുള്ള സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ അവർ ആ ഒരു റൂമിൽ തന്നെ കുത്തിയിരുന്ന് കരഞ്ഞിരിക്കാം. അവർ പോയാലല്ലേ അവരുടെ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കമന്റ്സുകൾ ഇടുന്നത്? അതുപോലെ തന്നെ കിച്ചു ഇപ്പോൾ കൊല്ലത്ത് വീട്ടിലാണല്ലോ നിൽക്കുന്നത്. അവൻ്റെ പഠന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അവൻ കൊല്ലത്ത് അറീന എന്ന് പറയുന്ന അവിടെ ആനിമേഷനാണ് പഠിക്കുന്നത് എന്നാണ് തോന്നുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് അവൻ്റെ അച്ഛൻ്റെ വീടായിട്ടുള്ള കൊല്ലത്ത് അവൻ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിച്ചുവിനെ വീട്ടിൽ നിന്ന് മടിച്ച് രേണു പുറത്താക്കി. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് എടുത്തുള്ള ഈ ഒരു വീട്ടിൽ കിച്ചുവിന് റൂമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് കുറേ കമന്റ്സുകൾ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് രേണു വന്നിട്ട് ഹോം ടൂർ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് രേണുവിന്റെ റൂമും അതുപോലെ തന്നെ രേണുവിന്റെ പാരന്റ്സ് കിടക്കുന്ന ആ ഒരു റൂമും മാത്രമാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചുവിന് അവിടെയുള്ള റൂമില്ല എന്ന് ഇവരങ്ങോട്ട് അസ്യൂം ചെയ്തു. അപ്പോൾ കിച്ചുവിന് അവിടെ റൂമില്ല എന്നും പറഞ്ഞ് പിന്നെ ഭയങ്കര ബഹളമായിരുന്നു എല്ലാവരും കൂടെ ചേർന്നിട്ട്. അപ്പം ആക്ച്വലി ഞാൻ കണ്ടിട്ടുള്ള ഒരു വീഡിയോയിൽ രേണു കിച്ചുവിന്റെ റൂം ശരിക്കും കാണിക്കുന്നുണ്ട്. കിച്ചുവിന്റെ റൂമും കിച്ചുവിന്റെ ബെഡ്റൂം ഒക്കെ കാണിക്കുന്നുണ്ട്. മേ ബി പല ചാനൽസും ആ ഒരു പോർഷൻ കാണിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ഇവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക. അപ്പം ആ ഒരു പേരിൽ അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് രേണുവിനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കമന്റോളികളൊക്കെ. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു വീടിന് 3 ബെഡ്റൂമാണുള്ളത്. ഒന്ന് കിച്ചൻ്റെ റൂമും പിന്നെ ഒന്ന് നമ്മുടെ രേണു ആൻഡ് കുഞ്ഞുമോനുള്ള ആ ഒരു റൂമും പിന്നെ ഇവരുടെ പേരൻസിനുള്ള ഒരു റൂം. അങ്ങനെ 3 bedrooms ആണുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾ ആരും ഇനി അതോർത്ത് പേടിക്കേണ്ട, കിച്ചുവിന് അവിടെ റൂമുണ്ട്. അപ്പം ഇനി ആ കാര്യം പറഞ്ഞിട്ട് ഈ ഒരു പാവ രേണുവിനെ കുത്തി വേദനിപ്പിക്കാതിരിക്കാൻ മാത്രമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. രേണു എന്ന് പറയുന്ന ഒരാള് കിച്ചുവിനെ വളരെ ചെറുപ്പത്തിൽ കിച്ചുവിനെ കൈ കിട്ടിയിട്ടുള്ള ഒരാളാണ്. രേണുവിനെ കിച്ചു എന്ന് പറയുന്നത് അവരുടെ സ്വന്തം മകനായിട്ട് തന്നെ കൺസിഡർ ചെയ്തിട്ട് അങ്ങനെ സ്നേഹിക്കുന്ന ഒരാൾ തന്നെയായിട്ടാണ് നമ്മൾക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് വീഡിയോസിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ ആ മോനും ഒരമ്മയെ പോലെ തന്നെയാണ് രേണു എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കമന്റ്സുകൾ ഇടുന്ന സമയത്ത് ശരിക്കും രേണുവിനും അതുപോലെ തന്നെ കിച്ചുവിനും എത്രമാത്രം വിഷമം ഉണ്ടാവും എന്നുള്ളത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? ഓൾറെഡി അവരുടെ അച്ഛൻ പോയ ഒരു വിഷമത്തിലാണ് അവരിയ്ക്കുന്നത്. അവർ ഒന്ന് ചിരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവരുടെ അച്ഛനെ മറന്നു എന്നോ അല്ലെങ്കിൽ അവരുടെ അച്ഛനെ ഓർക്കാതിരിക്കുന്നു എന്നോ ഒരിക്കലും പറയാൻ പറ്റില്ല. അവർ ഒന്ന്
ചിരിച്ചതുപോലെ ആക്ട് ചെയ്യുന്നതായിരിക്കാം എല്ലാവരുടെയും മുമ്പിൽ. അപ്പം എല്ലാവരും വീട്ടിൽ വരുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാളും എല്ലാവരും വരുമ്പം ചിരിച്ച് അവരെ ഹാപ്പി ആക്കി വിടുക എന്നുള്ളതല്ലേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം അതായിരിക്കും അവർ ചെയ്യുന്നത്. അവരൊരിക്കലും അവരുടെ അച്ഛനെ അല്ലെങ്കിൽ രേണു ഒരിക്കലും അവരുടെ ഹസ്ബൻഡിനെ മറക്കുന്നത് ഞാൻ കരുതുന്നില്ല. സോ അവരൊന്ന് ചിരിച്ചു എന്ന് വെച്ചിട്ട് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കമൻസുകൾ ഇടുമ്പോൾ അവരെത്രമാത്രം വിഷമിക്കും. ഞാൻ ഇങ്ങനെ ഒരു കമൻറ്റ് ഇടുന്ന സമയത്ത് അവരെത്രമാത്രം വിഷമിക്കും എന്നുള്ള കാര്യം ഒരിക്കലെങ്കിലും ഓർത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇത്രയും ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള മെസ്സേജുകൾ ഇടാൻ തോന്നില്ലായിരുന്നു. സുധിച്ചേട്ടൻ എപ്പോഴും രേണു ആണെങ്കിലും കിച്ചു ആണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം എന്നുള്ളത് രേണു പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അവർ രണ്ടുപേരും എപ്പോഴും വഴക്ക് കൂടുന്നത് തന്നെ രേണു ആണെങ്കിലും കിച്ചു ആണെങ്കിലും കരയുമ്പോഴാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അവർ കരയുന്നത് കാണാനായിട്ട് ഒരിക്കലും സുധിച്ചേട്ടൻ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പം അവരെന്തെങ്കിലും കരയാണെങ്കിൽ അപ്പം സുധിച്ചേട്ടൻ വഴക്കിടാറുണ്ട് എന്നുള്ളത് രേണു പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ഒരു ഹൗസ് വാമിംഗ് ആണല്ലേ. അവരുടെ ഒരു സ്വപ്നം, വീടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു ഡേ ആണ്. അപ്പോൾ ആ ഒരു ദിവസത്തിൽ അവരൊന്ന് ഒരുങ്ങി അവർക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ടോട്ടെ, ചിലപ്പോൾ അങ്ങനെയായിരിക്കും അവരൊരു ആശ്വാസം കണ്ടെത്തുന്നത്. സുധിച്ചേട്ടൻ അവർ ഒരുങ്ങി നടക്കുന്നതായിരിക്കും ഇഷ്ടം, അതുകൊണ്ടായിരിക്കും അവർ ആ ഒരു രീതിയിൽ നടക്കുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ എന്തിനാണ് അനാവശ്യമായിട്ട് അവരെ ഫാമിലി മാറ്ററിൽ പോയി ഇത്തരത്തിലുള്ള കമന്റ്സുകളിട്ട് അവരെ വിഷമിപ്പിക്കുന്നത്? നിങ്ങൾക്ക് അവരെ സന്തോഷിപ്പിക്കാനോ കഴിയുന്നില്ല, എന്തിനാണ് ഇങ്ങനെ വിഷമം മാത്രം കൊടുക്കുന്നത്? അതുപോലെ തന്നെ കണ്ടിട്ടുള്ള മറ്റൊരു കമന്റാണ് കിച്ചുവിന്റെ മുഖം കണ്ടാൽ അറിയാം കിച്ചു ഭയങ്കര വിഷമത്തിലാണെന്ന്. കിച്ചുവിന് എന്തൊക്കെയോ പറയാനുണ്ട്. ഈ രേണു ഭയങ്കര ആക്ടിങ് ആണ് കളിക്കുന്നത്, കിച്ചുവിന് ഇതൊക്കെ അറിയാം, കിച്ചു വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് അവന്റെ ഫേസ് കണ്ടാൽ അറിയാം എന്നുള്ള രീതിയിലുള്ള കുറെ കമന്റ്സുകൾ ഉണ്ട്. കിച്ചു, എനിക്ക് തോന്നുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ തെറി വിളിക്കാഞ്ഞിട്ടാണ് കിച്ചുവിന് വിഷമം. കാരണം നിങ്ങൾ അങ്ങനത്തെ കമന്റ്സുകളാണല്ലോ ആ കുട്ടീനെയും കുട്ടീൻ്റെ അമ്മേനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പം മേ ബി അതുകൊണ്ടായിരിക്കാം അവന് വിഷമം. അതൊന്നുമല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കിച്ചു ഒരു ഇൻട്രോവേർട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കിച്ചുവിന്റെ ഫേസ് എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഈവൻ സുധിച്ചേട്ടനുള്ളപ്പോൾ പോലും കിച്ചുവിന്റെ ഫേസ് ആ ഒരു രീതി തന്നെയാണ് കണ്ടിട്ടുള്ളത്. അല്ലാതെ കിച്ചുവിന് പ്രത്യേകിച്ച് വിഷമം ഉണ്ടായിട്ടൊന്നുമല്ല. കിച്ചുവിന്റെ ഫേസ് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് വീട് ആരുടെ പേരിലാണ് എന്നുള്ളതാണ്. അതിന്റെ പിന്നിലുള്ള അർത്ഥം വേറൊന്നുമല്ല, നമ്മുടെ രേണുവിന് വീട് കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പം നിങ്ങളാരും അതിൽ പേടിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. വീട് നമ്മുടെ സുധിച്ചേട്ടൻ്റെ മക്കളായിട്ടുള്ള നമ്മുടെ ഋതപ്പൻ്റെയും അതുപോലെ തന്നെ കിച്ചുവിൻ്റെയും പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ആ ഒരു പേര് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. ഒരുപാട് കമൻസുകൾ അത് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. രേണു നാളെ കല്യാണം കഴിക്കും, അപ്പൊ പിന്നെ ഈ വീട് കിച്ചുവിനെ ഔട്ടാക്കും, കിച്ചുവിന് പിന്നെ ഈ വീട്ടിലേക്ക് വരാൻ പറ്റില്ല, അങ്ങനത്തെ രീതിയിൽ ഒരുപാട് രീതിയിലുള്ള ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കമന്റ്സുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഇനി ആരും അതോർത്ത് വറീഡായിട്ട് ഇത്തരത്തിലുള്ള കമന്റ്സുകൾ ഇട്ട് അവരെ വേദനിപ്പിക്കേണ്ട. വീട് മറ്റാർക്കല്ല, നമ്മുടെ സ്വന്തം കിച്ചുവിനും ഋതപ്പന്റെയും പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണല്ലോ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്നത്. അപ്പൊ ലക്ഷ്മി നക്ഷത്രക്കുള്ളതും കമന്റ് സെക്ഷനിലുണ്ട്. ആരും മറന്നു പോയിട്ടില്ല ലക്ഷ്മിക്ക് ഒരു കൊട്ടു കൊടുക്കാനായിട്ട്. വേറൊന്നല്ല, ഇന്ന് ലക്ഷ്മി നക്ഷത്രം എന്തുകൊണ്ടാണ് ഹൗസ് വാമിങ്ങിന് വരാത്തതെന്നുള്ള കാരണം അവർ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ലക്ഷ്മി നക്ഷത്രം ഇന്ന് വന്നു കഴിഞ്ഞാൽ ലക്ഷ്മി നക്ഷത്രത്തിൽ വ്ളോഗ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് അതിന്റെ റീസൺ എന്നല്ല, ഇന്ന് എന്താണ് വ്ളോഗ് ചെയ്യുന്നതിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എനിക്കറിയില്ല. സോ അതാണ് അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്ര വ്ളോഗ് എടുക്കാനായിട്ട് ആണ് പിന്നെ ഒരു ഡേയിലേക്ക് വരാമെന്ന് പറയുന്നതും. അപ്പോൾ പിന്നെ ഒരു ഡേയിൽ വരുന്നത് ലക്ഷ്മി നക്ഷത്രക്ക് വ്ളോഗ് ഉണ്ടാക്കാനും അതിലൂടെ കൂടുതൽ പണം സമ്പാദിക്കാനുമാണ് എന്നുള്ളതാണ് നമ്മുടെ പപ്പരാസികൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു മഹത്തായ ഒരു കാര്യം. ലക്ഷ്മി നക്ഷത്രം എന്ന ഒരാൾ എത്രമാത്രം ബിസി ആയിട്ടുള്ള ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഓണം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, ഒരുപാട് ഷൂട്ടുകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അവരെന്തായാലും നല്ല ബിസി ആയിരിക്കുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ലാതെ പോയി എന്ന് തോന്നുന്നു. അവർ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹൗസ് വാമിങ്ങിന് വരാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ എന്തായാലും ഒരു ദിവസം വന്ന് താമസിക്കുന്നതാണെന്നുള്ളത് പോലും അവരുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കമന്റ്സുകൾ മുഴുവൻ കണ്ടപ്പോഴത്തേനും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനാകെ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഈ കമന്റ് ഇടുന്ന ആളുകളെല്ലാം കൂടെ ഒരുമിച്ചിരിക്കുക, എന്നിട്ട് നിങ്ങളൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രിപ്പയർ ചെയ്യുക. എന്തൊക്കെയാണ് രേണു ചെയ്യേണ്ടത്? രാവിലെ എഴുന്നേറ്റ് കുളിക്കാവോ, ഭക്ഷണം കഴിക്കാവോ, ഏത് ഡ്രസ്സ് ഇടണം, എങ്ങനെ മുടി കെട്ടണം, ഇങ്ങനത്തെ രീതിയിലുള്ള 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങളും എഴുതിയിട്ടുള്ള ഒരു റൂൾസ് നിങ്ങൾ ഉണ്ടാക്കുക. അതൊരു റൂൾസ് ആയിട്ട് നിങ്ങൾ എഴുതി അത് ഞങ്ങളുടെ കയ്യിലോട്ടോ അല്ലെങ്കിൽ രേണുവിൻ്റെ കയ്യിലോട്ടോ കൊടുക്കുകയാണെങ്കിൽ രേണുവിന് ഈസി ആയിട്ട് ഉണ്ടാവുമായിരുന്നു. കാരണം ഇത് നോക്കി അതിനനുസരിച്ച് രേണുവിനെ പോവാലോ. അപ്പോൾ പിന്നെ നിങ്ങളുടെ അടുത്ത് ഇത്തരത്തിലുള്ള കമന്റ്സുകൾ ആ പാവം കേൾക്കേണ്ടി വരത്തില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു റിക്വസ്റ്റാണ്, എപ്പോഴും ആ പാവത്തിനെ ഇങ്ങനെ കുത്തി നോവിക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ഒരു റൂൾസ് എഴുതി തരുവാണെങ്കിൽ ആ റൂൾസ് ഒന്നെങ്കിൽ ഞങ്ങൾ അവർക്ക് ഫോർവേഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് തന്നെ ആ ഒരു രേണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്കും അത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കും. നിങ്ങൾ പറയുന്നത് പോലെ അവർക്ക് ജീവിക്കാമല്ലോ.
അപ്പം പിന്നെ അവർക്ക് വേറെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും കേൾക്കേണ്ടി വരില്ലല്ലോ. അപ്പം എന്തായാലും നിങ്ങൾ അങ്ങനെ ഒരു റൂൾസ് ബുക്ക് തയ്യാറാക്കി തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.